നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ 28 വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. കാസർകോട്ടെ കോളിക്കുന്ന പള്ളിപ്പാറ വാർഡുകളിൽ LDFന് എതിരില്ലാതെ ജയം. വോട്ടെടുപ്പ് നടക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഡിവിഷനും. പ്രതികൂല കാലാവസ്ഥ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായി. തൊഴിലുറപ്പ് വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ഇടുക്കിയിലെ തൊഴിലാളികൾ. വേതനം 600 രൂപയായി ഉയർത്തണം. തൊഴിൽ ദിനം 200 ദിവസമാക്കണമെന്നും ആവശ്യം. പാടശേഖരത്തിലേക്ക് മലിനജലമൊഴുക്കി. പാലക്കാട് ആനക്കരയിലെ കർഷകന്റെ ടൺ കണക്കിന് നെല്ല് നശിച്ചു. കുറ്റക്കാർക്കെതിരെ അധികൃതർ ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യം. കോഴിക്കോട് കാരശ്ശേരിയിൽ വൻ മോഷണം. 20 ലക്ഷത്തോളം രൂപയുടെ സ്വർണം മോഷണം പോയി. കൊല്ലം ശാസ്താംകോട്ടയിൽ മുസ്ലിം പള്ളിയിൽ മോഷണം. പ്രതിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ. തട്ടേക്കാടേക്ക് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. സഞ്ചാരികളെ ആകർഷിക്കാൻ വാച്ച് ടവറും ട്രീ ഹൌസും. വിഷമകാലത്ത് സഹപാഠിയെ ചേർത്ത് പിടിച്ച് നല്ല കൂട്ടുകാർ. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. ധനം സമാഹരിച്ചത് കൂപ്പണുകൾ വിറ്റ്. വാർത്തകൾ വിശദമായി നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 തദ്ദേശ വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളിക്കുന്ന്, ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ തുടങ്ങിയ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ ശ്രീവരാഹം വാർഡിലേക്കും 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി, 22 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 52 സ്ത്രീകൾ ഉൾപ്പെടെ 87 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 77 പോളിംഗ് ബൂത്തുകളിലായി 59,116 വോട്ടർമാരാകും വോട്ട് രേഖപ്പെടുത്തുക. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതലാകും വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ. വോട്ടെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പോളിംഗ് കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കിയായിരുന്നു LDFന്റെയും UDFന്റെയും BJPയുടെയും പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 28 വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാ മുന്നണികളും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തൊഴിൽ വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇടുക്കി ജില്ലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. പ്രതികൂല കാലാവസ്ഥയിൽ കാർഷിക വിളകളുടെ ഉൽപാദനം കുറഞ്ഞത് ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. ഇതോടെയാണ് ആവശ്യവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത്. തൊഴിലുറപ്പ് വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ 200 ആക്കണമെന്നുള്ള ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനെ തുടർന്ന് ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ ഗത്യന്തരമില്ലാത്ത സാഹചര്യമാണ് തൊഴിലാളികൾ നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഏലം കൃഷി നശിക്കുകയും ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ജോലികൾ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. ഇതോടെയാണ് തൊഴിലുറപ്പ് ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. കാർഷിക ക്ഷീര മേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതികളുടെ പ്രയോജനം പൂർണ്ണമായി എത്തിക്കണമെന്നതുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ഈ തൊഴിലുറപ്പ് തൊഴിലിന് 600 രൂപ കൂലിയാക്കണമെന്നും 200 പ്രവൃത്തി ദിനങ്ങൾ നൽകണമെന്നുമാണ് സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിന് ശേഷം തൊഴിലുറപ്പിൻ്റെ കൂലി ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത വർഷം പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയിലേക്കും ക്ഷീര മേഖലയിലേക്കും ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. 2024 ക്രിസ്മസിന് ശേഷം തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ചെയ്ത തൊഴിലിന്റെ വേതനം 10 ദിവസത്തിനുള്ളിൽ ലഭിച്ചിരുന്നതാണ്. വിഷയത്തിൽ അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നും കാർഷിക മേഖലയായ ഇടുക്കിയിൽ അടുത്ത വർഷത്തെ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ കാർഷിക ജോലികൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നതുമാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പാടശേഖരത്തിലേക്ക് മലിനജലം ഒഴുക്കിയതോടെ സംഭരിച്ചു വെച്ച ടൺ കണക്കിന് നെല്ല് നശിച്ചു. പാലക്കാട് ആനക്കരയിലാണ് കർഷകരെ ദുരിതത്തിലാക്കിയ സംഭവമുണ്ടായത്.
മൂന്നാം വട്ടമാണ് സമാനമായ രീതിയിൽ മലിനജലം തള്ളിയത്. കുറ്റക്കാർക്കെതിരെ അധികൃതർ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ആനക്കരയിൽ സംഭരണത്തിനായി പാടശേഖരത്തിൽ കൂട്ടിയിട്ട നെല്ലുകൂനയിലേക്കാണ് മലിനജലം ഒഴുകിയത്. കർഷകൻ കൃഷ്ണൻ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലെ വിളവെടുത്ത നെല്ലാണ് നശിച്ചത്. മൂന്നാം വട്ടമാണ് സമാനമായ രീതിയിൽ മലിനജലം തള്ളിയത്. ഒഴുക്കിവിട്ട രീതിയിലുള്ള അടയാളങ്ങൾ പാടത്തും പാതയോരത്തുമായിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് കൊയ്ത ശേഷം പാടത്തിട്ട് ഉണക്കിയ നെല്ല് ടാർപോളിൻ ഷീറ്റിട്ട് മൂടിവെച്ചതായിരുന്നു. കർഷകൻ കൃഷ്ണൻ രാവിലെ പാടശേഖരത്തിലെത്തിയപ്പോഴാണ് സംഭരിച്ച നെല്ലിൽ വെള്ളം നിറഞ്ഞ നിലയിൽ കാണുന്നത്. ദുർഗന്ധമുണ്ടായിരുന്നതായും കർഷകൻ പറഞ്ഞു. വന്യമൃഗങ്ങളിൽ നിന്നും ഇത് സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ട് 2 മണി നമ്മൾ കൊയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ സാമൂഹ്യ ദ്രോഹികൾ ചെയ്യുന്ന പണിയാണ് ഈ കാണുന്നത്. എനിക്ക് ഇത്രയും നഷ്ടം പറ്റ അത് കൊണ്ടുവന്ന് ഒഴിച്ചുള്ള സ്ഥലങ്ങൾ കണ്ടാൽ അറിയാം. ഈ കാണുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് അവർ ഒഴിച്ചിട്ടുള്ള സ്ഥലമാണ് കാണുന്നത്. ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇതാക്കി ഇത്രയും എൻ്റെ നെല്ല് നശിച്ചിരിക്കുകയാണ്. പാട്ടത്തിനെടുത്ത 9 ഏക്കറിൽ വിളവെടുത്ത നെല്ലാണ് സപ്ലൈകോയ്ക്ക് കൈമാറാനായി പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്നത്. മലിനജലം കയറിയതോടെ വിലയിൽ വലിയ കുറവുണ്ടാകുമെന്നും വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചതെന്നും കർഷകൻ പറഞ്ഞു. സമാനമായ രീതിയിൽ ഇതേ സ്ഥലത്ത് 3ാം തവണയാണ് സാമൂഹ്യ വിരുദ്ധർ മലിനജലം ഒഴുക്കിയിരിക്കുന്നത്. തൃത്താല മേഖലകളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നുണ്ടെന്ന പരാതിയും വ്യാപകമാണ്. വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഇനിയൊരു യുവ കർഷകന്റെ വിശേഷത്തിലേക്കാണ്. തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനിയുമായി തിരുവനന്തപുരം അരുവിക്കരയിലെ ഒരു യുവ കർഷകൻ. കാട് കയറി കിടന്ന സ്ഥലം കൃഷിയോഗ്യമാക്കിയായിരുന്നു സുധീഷിന്റെ പരീക്ഷണം. വർഷങ്ങളായി തരിശു കിടന്ന 30 സെന്റ് സ്ഥലം കാട് പിടിച്ച് ഇഴജന്തുക്കൾ പെരുകിയതോടെയാണ് സ്ഥലം വൃത്തിയാക്കി കൃഷി ചെയ്താലോ എന്ന ചിന്ത സുധീഷിനുണ്ടായത്. ഉടമയുമായി ബന്ധപ്പെട്ട് സ്ഥലം പാട്ടത്തിനെടുത്തു. സഹായം തേടി പഞ്ചായത്തിനെയും കൃഷിഭവനെയും സമീപിച്ചു. ഇവരുടെ സഹകരണത്തോടെ ഭൂമി വൃത്തിയാക്കി വിത്തുപാകി. കിരൺ ഇനമാണ് കൃഷി ചെയ്തത്. പ്ലംബറായ സുധീഷ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയും മകനും ചേർന്ന് കൃഷി പരിപാലിക്കും. 70 ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിളവെടുക്കാൻ പാകമായി. പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതായത് കൃത്യത കൃഷി. ഓരോ ചെടിക്കും വേണ്ട വളവും വെള്ളവും ഓരോ ചെടിക്കും അതിൻ്റെ മൂട്ടിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ പ്രിസിഷൻ ഫാമിങ്. നമ്മൾ ഇതിൻ്റെ ഇലകളൊക്കെ കാണുമ്പോൾ അറിയാം എല്ലാം മഞ്ഞളിച്ചിരുന്നിട്ടുണ്ട്. ഞാനിവിടെ ഫംഗിസൈഡോ കെമിക്കൽ പെസ്റ്റിസൈഡുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിളവ് ഇപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് മിനിമം വിളവേ കിട്ടിയിട്ടുള്ളൂ. ഇതെല്ലാം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ വിളവ് ഏകദേശം ഇതിൻ്റെ ഇരട്ടി കിട്ടുമായിരുന്നു. ഇരട്ടിയല്ല, അതിൽ കൂടുതൽ കിട്ടുമായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ഒരു നഷ്ടമില്ലാത്ത രീതി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ തണ്ണിമത്തന്. ഓരോ ചെടിയിലേക്കും വെള്ളമെത്താൻ പാകത്തിനായി പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് നടപ്പാക്കിയത്. വരും വർഷം കൃഷി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് കൃഷി ഓഫീസർ പ്രശാന്ത്. കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ആണ് ഇത് ഈ പദ്ധതി നടപ്പിലാക്കിയത്. നമ്മുടെ ചെറിയ ഗ്രാമത്തിലും ഇങ്ങനെ ഒരു തണ്ണിമത്തങ്ങ കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ഇതിൽ അഭിമാനമാണ്. വരും വർഷങ്ങളിൽ പഞ്ചായത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും തണ്ണിമത്തങ്ങ കൃഷി വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 3000-ഓളം തണ്ണിമത്തനാണ് വിളവെടുത്തത്. നാട്ടുകാരും തണ്ണിമത്തൻ വാങ്ങാനെത്തി. വിളവെടുത്ത തണ്ണിമത്തൻ മണിക്കൂറുകൾക്കകം വിറ്റു തീർന്നു. അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 അരുവിക്കര. കോഴിക്കോട് കാരശ്ശേരിയിൽ വൻ മോഷണം. 30 പവനോളം സ്വർണമാണ് മോഷണം പോയത്. കുമരനെല്ലൂർ കൂടങ്ങര മുക്കിൽ വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം. വീടിന്റെ ഓടിളക്കി അകത്തു കടന്നാണ് 30 പവനോളം സ്വർണം കള്ളൻ കൈക്കലാക്കിയത്. കാരശ്ശേരി കുമാരനെല്ലൂർ കൂടങ്ങരമുക്കിലെ ഷെറീനയുടെ വീട്ടിൽ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. അലമാരക്കിടയിൽ പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന ഷെറീനയുടെ മകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത്. 20 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നും കുടുംബം പറഞ്ഞു. ബന്ധുവീട്ടിൽ നിന്നും മടങ്ങിയെത്തിയ കുടുംബം വീട്ടിലെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിഞ്ഞത്. ഉടനെ മുക്കം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ, മുക്കം ഇൻസ്പെക്ടർ എസ് അൻഷാദ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി. സ്ഥലത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാവാം മോഷണത്തിന് പിന്നിലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തട്ടേക്കാടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ ബോട്ട് സവാരിയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ബോട്ടിംഗ് പുനരാരംഭിച്ചു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതവും അനുബന്ധ മേഖലകളും.
കാടിനെയും കാട്ടാറിനെയും തൊട്ടറിഞ്ഞ് പെരിയാറിലൂടെ വനം വകുപ്പ് നടത്തുന്ന ബോട്ട് യാത്ര തേക്കടിയിലെ ബോട്ട് യാത്രയോട് കിടപിടിക്കുന്നതാണ്. തട്ടേക്കാട് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസഫ് പറഞ്ഞു. കുറേ കാലം വൈകിയതിന് ശേഷമാണ് ഈ സീസണിലെ ബോട്ടിംഗ് ആരംഭിച്ചത്. നമ്മുടെ പെരിയാറിലെ ജലനിരപ്പിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റ് ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കാലതാമസമെല്ലാം വന്നു. എന്തായാലും നമ്മൾ ഇപ്പോൾ ഊർജിതമായിട്ട് ബോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 2 ബോട്ടുകളാണുള്ളത്. 20 കപ്പാസിറ്റിയിലും അതുപോലെ തന്നെ 6 കപ്പാസിറ്റിയിലും ഉള്ള 2 ബോട്ടുകൾ നമ്മൾ ട്രിപ്പ് ചെയ്യുന്നുണ്ട്. അത് രാവിലെ 7 മണി മുതൽ 5 മണി വരെയാണ് അതിൻ്റെ സഞ്ചാര സമയം എന്ന് പറയുന്നത്. ഒരാൾക്ക് 150 രൂപ പ്രവേശന ഫീസിന് പുറമെ 150 രൂപയാണ് 1 മണിക്കൂർ നേരത്തേക്ക് ബോട്ടിങ്ങിനുള്ളത്. പെരിയാറിൻ്റെ വിശാലമായ ഈ ജലാശയം നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ബോട്ടിംഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രാത്രിയുടെ വന്യത ആസ്വദിച്ച് വനത്തിനുള്ളിൽ താമസിക്കാൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വാച്ച് ടവറും ട്രീ ഹൗസും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. വനത്തിനുള്ളിൽ പക്ഷി നിരീക്ഷണം നടത്താനുള്ള സൗകര്യം വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 എറണാകുളം. കൊല്ലം ശാസ്താംകോട്ടയിൽ മുസ്ലിം പള്ളിയിൽ മോഷണം. കാരാളിമുക്ക് ജമാഅത്ത് പള്ളിയിൽ ജമാഅത്ത് അസിസ്റ്റന്റ് ഇമാം സൂക്ഷിച്ചിരുന്ന 20,000-ഓളം രൂപയാണ് മോഷണം പോയത്. 11-ാം തീയതിയാണ് മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശാസ്താംകോട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് തുണിക്കടയ്ക്ക് തീപിടിച്ചു. മദർ ഇന്ത്യ എന്ന തുണിക്കടയ്ക്കാണ് രാവിലെ 6 മണിയോടെ തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സഹപാഠിയുടെ വിഷമകാലത്ത് ഒപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ. ഈ പാഠം പഠിപ്പിച്ച് തരികയാണ് കോഴിക്കോട് കൊടിയത്തൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ ആ നല്ല പ്രവൃത്തിയെക്കുറിച്ച് ഒരു കാഴ്ച കാണാം. കൊടിയത്തൂർ GUPSലെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീട് സന്ദർശിക്കുന്ന പതിവുണ്ട്. ഇത്തരത്തിൽ ഒരു സന്ദർശനത്തിനിടെയാണ് ഒരു വിദ്യാർത്ഥിയുടെ നിർധനാവസ്ഥ ബോധ്യമായത്. തീർത്തും വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന കുട്ടിയുടെ സാഹചര്യങ്ങൾ അധ്യാപകരെ വിഷമത്തിലാക്കി. വീടിന്റെ വീഡിയോ എടുത്ത് കുട്ടികളെയും മറ്റ് അധ്യാപകരെയും PTA ഭാരവാഹികളെയും ബോധ്യപ്പെടുത്തി. ഇതോടെയാണ് പുതിയ വീട് നിർമ്മിക്കാമെന്ന ആശയം തോന്നിയത്. വീട് നൽകേണ്ട വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പുറത്തു പറഞ്ഞില്ല. 10 രൂപയുടെയും 20 രൂപയുടെയും കൂപ്പണുകൾ വിറ്റായിരുന്നു വീടിന് വേണ്ട തുക സമാഹരിച്ചത്. എല്ലാ കുട്ടികളുടെയും വീട് സന്ദർശിക്കുക. ആ വീട് സന്ദർശന വേളയിൽ ഞങ്ങൾക്കുണ്ടായ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. ഒരു വീട് വളരെ ദ്രവിച്ച അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാറായ ഒരു വീട് കണ്ടപ്പോൾ ഈ വീടിനെ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ നമുക്ക് സംരക്ഷിക്കണമെന്ന ഒരു മനസ്സിലെ ഉൾവിളിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീടിനെ കുറിച്ചുള്ള സങ്കല്പം ഞങ്ങൾക്ക് ഉണ്ടായത്. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം തങ്ങൾക്കുണ്ടായെന്ന വിദ്യാർത്ഥികൾ. ഞങ്ങളെ സാർ ഒരു ദിവസം പറഞ്ഞ് ഞങ്ങളെ സ്കൂളിലെ കുട്ടിക്ക് വീടില്ല. അപ്പൊ ഞങ്ങളെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാർ ഒരു കൂപ്പൺ തന്നു. ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസികളിൽ നിന്ന് ഞങ്ങളെ പീടികന്നൊക്കെ കൂപ്പൺ കണക്ട് ചെയ്ത് ഞങ്ങൾ ആ കുട്ടിക്ക് വീടുണ്ടാക്കാനുള്ള ചെറിയ തുക ആ കുട്ടിക്ക് കൊടുത്തി. അപ്പൊ ആ കുട്ടിയുടെ വീട് പൂർത്തിയാകാനായിട്ടുണ്ട്. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ കാരണം ആ കുട്ടിക്ക് കുറച്ച് വീട് ആയപ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഏത് ക്ലാസ് എന്താ കുട്ടീന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഇതുവരെ അറിയില്ല. കുട്ടീന്റെ വീഡിയോ ആ ഒരു വീടിന്റെ വീഡിയോ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സിലഞ്ഞ് ഞങ്ങൾ ആ വീട് ഉണ്ടാക്കി കൊടുത്തതാണ്. ഞങ്ങൾക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വീടിന് 7 ലക്ഷത്തോളം രൂപ ചെലവായി. 2 ബെഡ്റൂം, അടുക്കള, ഡൈനിങ് ഹാൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട്. ലളിതമായ ചടങ്ങോടെയായിരുന്നു താക്കോൽ കൈമാറ്റം. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് പറക്കാളിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നേർച്ച രൂപങ്ങളും ഭൂതാരാധനയുടെ തെളിവുകളും കണ്ടെത്തി. വീട് നിർമ്മിക്കുന്നതിന് മണ്ണ് മാറ്റുമ്പോഴാണ് പുരാവസ്തുക്കൾ ലഭിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നേർച്ച രൂപങ്ങളും ഭൂതാരാധനയുടെ തെളിവുകളുമാണ് കാഞ്ഞങ്ങാട് പറക്കളായിലിൽ കണ്ടെത്തിയത്. സങ്കരലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച നിരവധി രൂപങ്ങളാണിവ.
വലിയടുക്കത്ത് രതി രാധാകൃഷ്ണന്റെ പറമ്പിൽ നിന്നും വീട് നിർമ്മിക്കുന്നതിന് മണ്ണ് മാറ്റുമ്പോഴാണ് പുരാവസ്തുക്കൾ കിട്ടിയത്. പന്നി, മാൻ, കോഴി, ഞണ്ട് തുടങ്ങിയ ജീവികളുടെ രൂപങ്ങളും തെയ്യാരാധനയുമായി ബന്ധപ്പെട്ട അണിയലങ്ങളുടെയും തിരുമുടിയുടെയും രൂപങ്ങൾ, നിലവിളക്ക്, വാൾ, കൊടിയിലയുടെ 3 രൂപങ്ങൾ, ത്രിശൂലം, മെതിയടി എന്നിങ്ങനെ നിരവധി രൂപങ്ങളാണ് മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയത്. 16-17 നൂറ്റാണ്ടുകളിൽ ഉത്തര കേരളത്തിൽ വ്യാപകമായി നിലനിന്നിരുന്ന അനുഷ്ഠാനമായ നേർച്ച സമർപ്പണത്തിന് വേണ്ടി ഉണ്ടാക്കിയ രൂപങ്ങളും ഭൂതാരാധനയുടെ ശേഷിപ്പുകളുമാണിതെന്നാണ് നിഗമനം. ചരിത്ര ഗവേഷകനും നെഹ്റു കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് സ്ഥലം സന്ദർശിച്ചു. ബേളൂർ വില്ലേജിലെ പരക്കളായിൽ നിന്നുമാണ് വീട് നിർമ്മിക്കുന്നതിനിടയിൽ അത്ഭുതപ്പെടുത്തുന്ന കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. പന്നിയുടെയും മാനിൻ്റെയും അതുപോലെ തന്നെ മറ്റു നിരവധി മൃഗങ്ങളുടെ രൂപങ്ങളും കൂടാതെ തെയ്യങ്ങളുടെ അണിയലങ്ങളടക്കം അവിടെ രൂപങ്ങളാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടെത്താൻ വേണ്ടി പറ്റിയത്. കളിമണ്ണിൽ മുകളിൽ ലോകവിസ്തൃതം തളിച്ചിട്ടുള്ള ലോഹക്കൂട്ട് കൊണ്ട് ഒരു ലോഹക്കൂട്ട് ഉണ്ടാക്കിയ ഒരു രൂപത്തിലാണ് എല്ലാ പ്രതിമകളും കാണപ്പെടുന്നത്. അധികം ബലമില്ലാത്ത പൊട്ടുന്ന രീതിയിലുള്ളതാണെങ്കിലും വളരെയധികം മനോഹരമായിട്ട് തന്നെ ഓരോ പോയിന്റ് വ്യക്തമായിട്ട് തന്നെയാണ് ഈ പ്രതിമകളിൽ കാണാൻ വേണ്ടി പറ്റുക. ഇത് ഒരു കാലഘട്ടത്തിൽ നേർച്ച രൂപങ്ങളായിട്ട് സമർപ്പിച്ചവയായിരിക്കാം. ഇക്കേരി നായകരുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടവയായിരിക്കാം കണ്ടെത്തിയവയിലുള്ള നമസ്കാര മുദ്ര കാണിക്കുന്ന രൂപങ്ങൾ എന്നാണ് നിഗമനം. കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെയും പുരാതന ശേഷിപ്പുകൾ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് നീലേശ്വരം ശ്രീ കേണമംഗലം കഴകം പെരുങ്കളിയാട്ട മഹോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പാണ്ടിമേളത്തിൽ കൊട്ടിക്കയറി മട്ടന്നൂർ ശങ്കരൻ കുട്ടിമാരാറും സംഘവും. 50ഓളം വാദ്യ കലാകാരന്മാരാണ് പെരുങ്കളിയാട്ടത്തെ നാടറിയിച്ചത്. നീണ്ട 17 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾക്ക് മേള പെരുമഴയോടെ തുടക്കം. ചെമ്പട് 2 കാലംകുട്ടി തിരുക്കലാശത്തിന് ശേഷം മേളരാജാവായ പാണ്ടിമേളം കൊട്ടിക്കയറിയപ്പോൾ ആസ്വാദകർ താളപ്പെരുമഴയിൽ ലയിച്ചു. വാദ്യകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ മക്കളായ ശ്രീകാന്തും ശ്രീരാജും ഉൾപ്പെടെ 50ഓളം വാദ്യ കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് 2.5 മണിക്കൂറോളം നീണ്ട പെരുങ്കളിയാട്ടം കൊട്ടിയറിയിക്കൽ നടത്തിയത്. മേളത്തിന് മുന്നോടിയായി വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. മേളപ്രമാണി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ദിനങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ കലാസാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രധാന ആരാധനമൂർത്തിയായ കേണമംഗലത്ത് ഭഗവതിയുടെ കോലധാരിയെ നിശ്ചയിക്കുന്ന വരവ് വയ്ക്കൽ മാർച്ച് 27 നടക്കും. ന്യൂസ് 18 നീലേശ്വരം. മയക്കുവെടിയേറ്റ അതിരപ്പള്ളിയിലെ കൊമ്പനെ ചേർത്ത് പിടിച്ച ഏഴാറ്റുമുഖം ഗണപതിയുടെ ദൃശ്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കാനാവില്ല. ആ സൗഹൃദ കാഴ്ച ഒരിക്കൽ കൂടി പുനർജനിക്കുകയാണിവിടെ. സഹജീവി സ്നേഹം മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ച ആ ദൃശ്യം ശില്പരൂപത്തിൽ കൊത്തിമെരുക്കിരിക്കുകയാണ് തൃശൂരിലെ നികേഷ് എന്ന കലാകാരൻ. ഈ ദൃശ്യം നമ്മുടെ മനസ്സിൽ നിന്ന് വേഗം മായില്ല. സഹജീവി സ്നേഹത്തിന്റെ ഹൃദയസ്പർശിയായ കാഴ്ച. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവെടി വയ്ക്കുമ്പോൾ ചേർത്തു പിടിച്ച ഏഴാറ്റുമുഖം ഗണപതിയുടെ സ്നേഹം. എന്നാൽ
ഈ കാഴ്ച ശില്പരൂപത്തിൽ ഒരുക്കിയിരിക്കുകയാണ് തൃശൂരിലെ ഒരു കലാകാരൻ. കോടാലി സ്വദേശി നികേഷാണ് കളിമണ്ണിൽ ശില്പം നിർമ്മിച്ചത്. ആനകളുടെ സ്നേഹത്തിന്റെ കാഴ്ച മനസ്സിൽ നിന്ന് മായുന്നില്ലെന്ന് നികേഷ് പറയുന്നു. ആനനെ മയക്കുവെടി വെച്ച് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അതിൽ മുറിവേറ്റ ഈ ആനനെ മയക്കുവെടി വെച്ചപ്പോൾ അതിനൊരു സംരക്ഷണം എന്ന നിലയിൽ, അതിനൊരു കരുതൽ എന്ന നിലയിൽ മറ്റൊരു ആന, ഏഴാട്ടുമുഖം ഗണപതി എന്ന് പറഞ്ഞൊരു ആന അതിനെ താങ്ങി നിർത്തുന്നതും അതിൻ്റെ ഒരു സഹജീവി സ്നേഹം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിരുന്നു. അപ്പം അത് വളരെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവുള്ളൊരു ആനയുടെ ഒരു രൂപം മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു ഭാഗമാകാൻ കഴിഞ്ഞൊരു ആനയുടെ കൂടി ഒരു നല്ലൊരു മെസ്സേജ് കൂടി അതിലുണ്ട്. ദൃശ്യം ശില്പമാക്കിയെങ്കിലും കാട്ടാന ചരിഞ്ഞുവെന്ന വാർത്ത സങ്കടപ്പെടുത്തി. ആനകളെ വലിയ ഇഷ്ടമാണ് നികേഷിന്. യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള 5 ആനകളെ ഇതുവരെ നിർമ്മിച്ചിട്ടുണ്ട്. നികേഷ് രൂപം നൽകിയ ചേക്കിലെ മാധവൻ എന്ന ഗജശില്പം ഏറെ ശ്രദ്ധേയമായിരുന്നു. യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഈ ശില്പം. ന്യൂസ് 18 തൃശൂർ. സംസ്ഥാനത്ത് ഇന്നലെ രാത്രിയും ഇന്നുമുണ്ടായ വാഹനാപകടങ്ങളിൽ 4 മരണം. തൃത്താലയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 1 വയസ്സുള്ള കുഞ്ഞു മരിച്ചു. താമരശ്ശേരി ചുരത്തിലും കൊട്ടാരക്കരയിലും ചടയമംഗലത്തുമായിരുന്നു ജീവനെടുത്ത മറ്റപകടങ്ങൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന കാറും പൊന്നാനിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും കൂട്ടിയിടിച്ചാണ് തൃത്താലയിൽ അപകടമുണ്ടായത്. അപകടത്തിൽ 1 വയസ്സുള്ള ഹൈഫാൻ എന്ന കുഞ്ഞു മരിച്ചു. കാറിൽ ഉണ്ടായിരുന്ന 6 പേർക്കും പരിക്കേറ്റു. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട്ടിലേക്കുള്ള വിനോദയാത്രക്കിടെ താമരശ്ശേരി ചുരത്തിൽ കാൽ തെന്നി കൊക്കയിലേക്ക് വീണാണ് കോടഞ്ഞൂർ സ്വദേശി അമലിന്റെ മരണം. ചുരം 9-ാം വളവിന് സമീപം വാഹനം നിർത്തി റോഡരികിൽ നിൽക്കുമ്പോഴാണ് അബദ്ധത്തിൽ കാൽ തെന്നി അമൽ കൊക്കയിലേക്ക് വീണത്. കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റവരുമായി ആശുപത്രിയിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം ബൈക്കിലും പിന്നീട് ലോറിയിലും കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികയായ കാരറ്റ് കൃഷ്ണാലയത്തിൽ അശ്വതിയാണ് മരിച്ചത്. അശ്വതിയുടെ ഭർത്താവ് ബിനു പരിക്കുകളോടെ ചികിത്സയിലാണ്. കൊട്ടാരക്കര പുനലൂരിൽ വിവാഹ പാർട്ടി കഴിഞ്ഞ് മടങ്ങിവരവെ ഉണ്ടായ അപകടത്തിലാണ് മയ്യനാട് സ്വദേശി കാർലോസിന്റെ മരണം. കാർലോസ് സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരന്റെ മകൻ ജാനിസ് ജോൺസന് പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കാക്കനാട് GST അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിന്റെയും മരണം തൂങ്ങിമരണമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു. അമ്മയുടെ മരണശേഷം 4 മണിക്കൂറുകൾ കഴിഞ്ഞാണ് 2 മക്കളും മരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ് പോലീസ്. തൂങ്ങിമരിച്ച അമ്മയുടെ മൃതദേഹം കുരുക്കഴിച്ച് താഴെ കിടത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം 2 മക്കളും തൂങ്ങിമരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അനുമാനം. സഹോദരി ശാലിനിക്ക് തൂങ്ങാനുള്ള കുരുക്കിട്ട ശേഷം അതേ മാതൃകയിൽ മനീഷും കുരുക്കിട്ട് തൂങ്ങുകയായിരുന്നു. കടുത്ത പ്രമേഹ രോഗിയായിരുന്ന അമ്മ ശകുന്തളയ്ക്ക് അതിൻ്റെ അവശതകളുണ്ടായിരുന്നതായി വിദേശത്തു നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ മകൾ പ്രിയ വിജയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച കാര്യത്തിലുള്ള CBI അന്വേഷണം ആത്മഹത്യയ്ക്ക് കാരണമായെന്ന നിഗമനത്തോട് മകൾ പ്രിയ യോജിക്കുന്നുമില്ല. അതേസമയം പരീക്ഷാ ക്രമക്കേടിലല്ല CBI അന്വേഷണം നടക്കുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശാലിനി വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ സ്കൂൾ അനുവദിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ ഇവർ പ്രതിയാണ്. ഈ കേസിൽ CBI ഫെബ്രുവരി 15-ന് ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിരുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശാലിനി വിവാഹമോചിതയാണ്. ആത്മഹത്യയുടെ യഥാർത്ഥ കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേസ് സംബന്ധിച്ച CBIയിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നുണ്ട്. സഹോദരി പ്രിയയെ വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി.
പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ക്രിസ്തുമസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നടത്തിയ സമ്മാന പദ്ധതിയായ വാവ് സെയിൽ ഓഫറിന്റെ നറുക്കെടുത്തു. കോട്ടയം ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പ് നഗരസഭാ അധ്യക്ഷ ബിൻസി സഭാസിനാണ് നിർവഹിച്ചത്. ബമ്പർ സമ്മാനമായി ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാർ കാഞ്ഞങ്ങാട് ഷോറൂമിൽ നിന്നും ഉൽപ്പന്നം വാങ്ങിയ തോമസ് വർഗീസിന് ലഭിച്ചു. പുതിയ സമ്മാന പദ്ധതികളും പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് പ്രഖ്യാപിച്ചു. ബൈ ആൻഡ് ഫ്ലൈ എന്ന പേരിൽ യൂറോപ്പിലേക്കുള്ള ടൂർ പാക്കേജാണ് പുതിയ പദ്ധതിയിലൂടെ വിജയികൾക്ക് ലഭിക്കുക. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോളാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. ഡയറക്ടർമാരായ കിരൺ വർഗീസ്, മരിയ പോൾ, അജോ തോമസ്, ജനറൽ മാനേജർ AJ തങ്കച്ചൻ, ദീപിക MD, ഫാദർ മൈക്കിൾ വെട്ടിക്കാട് തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8045 രൂപ, പവന് 64,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കാണാം. MS ഹരികൃഷ്ണൻ ചേരും.